മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണും. അവസാനിപ്പിക്കാനും മറ്റുള്ള അന്വേഷണമെല്ലാം ക്രൈം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന് വിടാനും തന്നെയാണ് നമ്മൾ പൊതുവായി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യങ്ങളിലൊന്നും റവന്യൂ വകുപ്പിന് അന്വേഷിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായി നേരത്തെ ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റങ്ങൾ അന്വേഷിച്ച് പരിചയം പോലും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥയ്ക്കും അന്വേഷിക്കാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഗൂഢാലോചനയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അതെല്ലാം പോലീസിൻ്റെ അന്വേഷണ പരിധിയിലാണ്. അവരന്വേഷിച്ച് വിശദാംശങ്ങൾ ലഭ്യമാകട്ടെ, അത് കൃത്യതയോടുകൂടി പോകും. അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഏത് വിധത്തിലാണെന്ന് തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് കൂടിയാണ്. ആ ഘട്ടമാകട്ടെ. കോടതിയിലും ക്രൈമിലും ഇരിക്കുന്ന അന്വേഷണത്തിലും ഇരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് ഒരു മന്ത്രിക്ക് അഭിപ്രായം രേഖപ്പെടുത്താനാകില്ല എന്ന് നിങ്ങൾക്കെല്ലാം അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ആ ഉദ്യോഗസ്ഥയെ വേണമെങ്കിൽ അവരന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരമുണ്ട്. ആ റിപ്പോർട്ടുകൾ പൂർണ്ണമായും പരിശോധിക്കാനും ആ ഏജൻസിക്ക് അധികാരമുണ്ട്. ആ ഏജൻസിയെ എന്താണോ ഏൽപ്പിച്ചത് അത് മാത്രമേ ഒരു ഫൈൻഡിംഗ് ആയി കണ്ടെത്താൻ പറ്റൂ. അത് നിയമത്തിന്റെ ഭാഗമാണ്. ഈ പറയുന്ന വ്യക്തിയുടെ വരവ് അവിടെ എത്ര പ്രാവശ്യം കളക്ടർ വിളിച്ചിരുന്നു അതൊക്കെ ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു മുൻകൂട്ടി നിശ്ചയിച്ചതിന്റെ അല്ല ഞാൻ പറഞ്ഞത് താഴെ കാണിക്കാനുള്ള വരമായിരുന്നു എന്ന് ആ ഫാക്ട് ഫൈൻഡിംഗിൽ അവർ പറയുന്നു. അല്ല ഞാൻ ചോദിക്കുന്നത് ഇവരെയൊക്കെ പോലീസും അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന്റെ ഫൈൻഡിങ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പോലീസ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തിയില്ല എന്ന് പറയാൻ നമുക്ക് ഇപ്പം എങ്ങനെയാണ് കഴിയുക? അത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇവർ കണ്ട കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പോലീസും കണ്ടു കാണും. അതിൽ തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് ആ റിപ്പോർട്ട് കൂടി വന്നാലല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ ഏൽപ്പിച്ച ചുമതല അവർ നിർവഹിച്ച് അവരതിൻ്റെ കൺക്ലൂഷൻ തന്നു. സർക്കാർ പരിശോധിക്കുക കൺക്ലൂഷനാണ്. കൺക്ലൂഷനിൽ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് രേഖകളിലെ ഡിലേയോ അതുപോലെ തന്നെ പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏതെങ്കിലും വീഴ്ചയോ പറ്റതായി കണ്ടിട്ടില്ല. അതാണ് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി നടത്തിയ അവരുടെ അന്വേഷണത്തിൻ്റെ അതേ ആളുകളെ തന്നെ സ്വാഭാവികമായിട്ടും ക്രൈം അന്വേഷിക്കുന്ന ഏജൻസി പരിശോധിച്ച് കാണും. അവർ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പോലീസിൻ്റെ പിന്നെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇന്നലെ ഭാര്യ അവരും റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥയാണ്. അവർ ഇഷ്ടമുള്ള കളക്ടറെ കണ്ടത് അവരും കളക്ടറെയും സംശയിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ. അങ്ങേപോലെ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരാളോട് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അവർ നടത്തിയൊരു അഭിപ്രായത്തെക്കുറിച്ച് ഒരു പോലീസ് അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരാതിരിക്കുമ്പോൾ കോടതി തന്നെ ആ കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊരു മന്ത്രിക്ക് പറയാനാകും? ഒരു സർക്കാരിൽ നിൽക്കുന്ന ഒരു മന്ത്രിക്ക് പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനാകില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കേണ്ടത് റവന്യൂ അല്ലല്ലോ, ബന്ധപ്പെട്ട പോലീസ് അന്വേഷിക്കട്ടെ. അപ്പം മനസ്സിലാകും. നിങ്ങൾ പറഞ്ഞ മറുപടി എൻ്റെ നാവിൽ നിന്ന് തന്നെ കിട്ടണം എന്നുള്ളത് പ്രയാസമാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഒരു ചോദ്യം ഇവിടെ വന്നു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിലുടനീളം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടില്ല എന്നുള്ളത്. നവീൻ ബാബുവിനെ അധിക്ഷേപിക്കാൻ പി ദിവ്യ ആസൂത്രിത നീക്കം നടത്തിയെന്നായിരുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടിലെ പരാമർശം. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യ ആ സമയം മുതൽ തുടക്കം മുതൽ ഇപ്പോഴും ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് മന്ത്രി കെ രാജൻ എടുത്തുകൊണ്ടിരിക്കുന്നതും. ഒരു റവന്യൂ കുടുംബാംഗത്തിന്റെ മരണം എന്നൊരു വൈകാരികത കൂടി കലർത്തിയാണ് അദ്ദേഹത്തിന്റെ എപ്പോഴത്തെയും പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ ഹലോ മലയാളത്തിലൂടെ കേട്ടതും.